പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ രാവിലെ കലനമായിരിക്കുമ്പോൾ പ്രീതി മക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മെ നടത്തിയ ആ വിധങ്ങളെ ഓർത്ത്, കർത്താവ് ഓരോ ദിനവും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ നന്മകളെ ഓർത്ത്, നമ്മുടെ കഴിവും മിടുക്കും ഒന്നുമല്ല, ദൈവം നമ്മെ ഓരോ ദിനവും നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോട് സ്തുതിക്കാം. നമുക്കൊന്നുകൊണ്ടും സാധ്യമല്ല. നമുക്ക് നന്നായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ കഴിവുകൊണ്ട് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയതേ മക്കളെ, യേശുപ്പച്ചൻ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. 55 സങ്കീർത്തനം 22 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രീതി മക്കളെ, നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഭാരം മാറുവാൻ ഹല്ലേലൂയ, അതിന് പരിഹാരം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കും. നോക്കൂ, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷപാതക്കാരനെ ഹല്ലേലൂയ ജനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ കാണും, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കപർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രീതി മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. പുരയുടെ മേൽപ്പുര പോയാലും സാരമില്ല, രോഗി സൗഖ്യമാകണമെന്നുള്ള ആ ആത്മഭാരമുള്ളവർക്കാണ് ഇത് ഹല്ലേലൂയ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നത്. നോക്കൂ, എൻ്റെ ഹല്ലേലൂയ, ഈ പക്ഷപാതക്കാരൻ സൗഖ്യമാകണമെന്നുള്ള ഹല്ലേലൂയ ഉത്തരവാദിത്വം ആ പക്ഷപാതക്കാരനെ കാട്ടിലും കൊണ്ടുവന്നവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, പുരയുടെ മേൽപ്പുര പൊളിച്ചായാലും ഇവനെ ഇറക്കിയാൽ ഹല്ലേലൂയ സൗഖ്യമുണ്ടാകും. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ വച്ചാൽ ഇവന് സൗഖ്യമുണ്ടാകുമെന്ന് ഈ കൊണ്ടുവന്നവർ അതിലുപരിയായിട്ട്, അതായത് രോഗിയെക്കാട്ടിലും ഉപരിയായി വിശ്വസിച്ചു. പ്രീതി മക്കളെ, ഇന്ന് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പ്രീതി മക്കളെ, നമ്മുടെ ഹല്ലേലൂയ ഏത് ആവശ്യത്തോടെ ഹല്ലേലൂയ നമ്മുടെ അപ്പന്റെ സന്നിധി ചെല്ലുന്നോ, ഹല്ലേലൂയ രോഗസൗഖ്യത്തിന് വേണ്ടിയാ ചെന്നത്, പക്ഷേ പാപങ്ങൾ മോചിച്ചു തരുന്ന അപ്പൻ. ഹല്ലേലൂയ, ആ രോഗം സൗഖ്യമാകണമെങ്കിൽ നമ്മുടെ പാപം മോചിക്കണം. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ അപ്പൻ അറിയാം ഏത് വഴി ഇവർക്ക് ഇത് കൊടുത്താൽ അത് കിട്ടും, അതിനുള്ള മറുപടി ആയി തീരുമെന്നുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, 4 പേർ കട്ടിൽ ചുമന്നുകൊണ്ട് രോഗിയെ ഇവിടെ കൊണ്ടുവരിക. പക്ഷേ പോകുമ്പോൾ രോഗിയുടെ ഭാരം മാറുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, അല്ലെങ്കിൽ പിന്നീട് എന്താ, ഇവർക്ക് കട്ടിലിനകത്ത് ആ രോഗിയെ ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഹല്ലേലൂയ, പിന്നീട് ആ കട്ടിൽ ചുമക്കേണ്ട ആവശ്യം വരുന്നില്ല. രോഗി നടന്നു പോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയത്തിന് മറുപടി ആയി തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്നും ഒരു വിഷയത്തിന് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആ വിഷയം അപ്പന്റെ സന്നിധിയിലേക്കൊന്ന് ഹല്ലേലൂയ നമ്മൾ ഭാരത്തോടൊന്ന് വെക്കേ. ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞെന്താ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. നോക്കൂ, ആത്മഭാരത്തോടെ ദൈവസന്നിധി നമ്മുടെ ഭാരം ഇറക്കി വെക്കുമ്പോൾ അപ്പൻ ആ വിഷയത്തിന് മറുപടി നൽകി തരും. ഹല്ലേലൂയ. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മുടെ ഭാരമേറിയ വിഷയം നമ്മുടെ കർത്താവിന്റെ സന്നിധി വെക്കുമ്പോൾ അവിടെ വിടുതൽ അനുഭവിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭാരമേറിയ വിഷയത്തിന് മറുപടിയായി തീരട്ടെ. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്
എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷയങ്ങൾക്ക് ഈ ഡോക്ടറെ കണ്ടാലേ പറ്റത്തുള്ളൂ, ഇന്നടത്ത് പോയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഹല്ലേലൂയ നമ്മളോടൊപ്പം സമീപിക്കുന്നവരും നമ്മൾ ഹല്ലേലൂയ കൂടുതൽ ഇടപെടുന്നവരും ഒക്കെ നമ്മളോട് പറയും. പക്ഷേ യേശുവപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വാ. ഏത് അസുഖത്തിനും അവിടെ മറുപടി ഉണ്ട് പ്രിയ മക്കളെ, അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, പക്ഷപാതക്കാരനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക. ഹല്ലേലൂയ. നിന്നെ ചുമന്നുകൊണ്ടല്ലേ വന്നത്, ഇനി ആ കിടക്ക നീ ചുമന്നുകൊണ്ട് പോ. പ്രിയ മക്കളെ, നമ്മൾ ഭാരം ഇറക്കി വെക്കേണ്ടത് ആരുടെ അടുക്കൽ വെക്കണമോ അവിടെ ഇറക്കി വെക്കുമ്പോൾ ആ ഭാരം പിന്നെ നമ്മൾ ഹല്ലേലൂയ ചുമക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ 4 ആൾ ചുമന്നു കൊണ്ടുവന്നതുപോലെ പ്രിയ മക്കളെ, നമ്മുടെ വിഷയം നമ്മുടെ അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. കർത്താവിന്റെ അത്ഭുതകരം നമുക്കും ഒന്ന് കാണാം. നമ്മെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന അപ്പന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി നീട്ടുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അത്ഭുത വിടുതൽ തരും. യേശുവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കർത്താവിന്റെ ഹല്ലേലൂയ ആ അത്ഭുത വിടുതല് നാം തന്നെ അനുഭവിക്കും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്, എനിക്ക് ഭാരമേറിയ വിഷയം ഇതാണ്. ദൈവമേ, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ തരണമേ. ആരപ്പന്റെ സന്നിധി വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു വിസ്മയത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ വിടുതൽ നമ്മുടെ ജീവിതങ്ങൾ കാണുന്നവർക്ക് ഒരു വിസ്മയമായി തീരുവാൻ ഇടയായി തീരട്ടെ. വിശ്വാസത്തോടെ അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വാ. കർത്താപ്പച്ചൻ നമുക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. നമ്മുടെ വീടടങ്കം സന്തോഷിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് ഹല്ലേലൂയ അപ്പൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരെയും വിഷയങ്ങളെ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, ഇന്ന് ഞങ്ങളോട് മറുപടി തന്നെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ഭാരമേറിയ വിഷയം അപ്പന്റെ സന്നിധി വയ്ക്കുമ്പോൾ അപ്പനയുടെ ഭാരം ഇറങ്ങിപ്പോകുവാൻ, ഞങ്ങൾക്ക് ഒരു വിസ്മയം തോന്നുവാൻ, ഞങ്ങളോട് അടുക്കുന്നവർക്ക് വിസ്മയം തോന്നുവാൻ, ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ ദൈവം സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ദൈവിക വിടുതൽ ഇന്ന് അനുഭവിച്ച് ഹല്ലേലൂയ അങ്ങയുടെ സാക്ഷികളായി നിൽപ്പാൻ ദൈവം തരുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പാകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് സൗഖ്യം തരുന്ന അപ്പൻ ഇന്നും ജീവിക്കുന്നു. നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം. കർത്താവിന്റെ അത്ഭുതകരം കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.